എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് രാത്രി ഡിന്നറും കൂടി ഉണ്ടാക്കുന്ന പറഞ്ഞാലേ ഭയങ്കര ടയറിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും അല്ലേ. അപ്പൊ ഇങ്ങനത്തെ ദിവസങ്ങളില് ഞാൻ മാക്സിമം എളുപ്പമായിട്ടുള്ള റെസിപ്പീസ് ആയിരിക്കും ട്രൈ ചെയ്യുന്നത്. അത് മാത്രല്ല ഉച്ചയ്ക്ക് തന്നെ അതിന്റെ പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടാണ് പോവുക. അപ്പൊ ഹേ ഓൾ, വെൽക്കം ടു യെറ്റ് അനദർ വ്ലോഗ്. ഇത് ഒരു ഈവനിങ് വ്ലോഗാണ്. എന്റെ വർക്കിലെ ദിവസങ്ങളിലെ നൈറ്റില് ചെയ്യുന്ന എന്റെ റുട്ടീനാണ് ഈ വ്ലോഗിൽ ഞാൻ കാണിക്കുന്നത്. ഓൺ ദ വേ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം അതെല്ലാം ഒതുക്കി വെച്ചു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് പച്ചക്കറികൾ വേണമായിരുന്നു, പക്ഷെ അതൊന്നും വാങ്ങാൻ പറ്റിയില്ല. ഓണം ആയതുകൊണ്ടാവാം എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് വലിയ സുഖമില്ലായിരുന്നു. റോഡിലാണെങ്കിൽ അത് ഭയങ്കര തിരക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ എന്താ പറയാ റെസിപ്പീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിന്നേഴ്സ് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓൾറെഡി ഉച്ചയ്ക്ക് തന്നെ ബോൺലെസ് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചില്ലറിൽ വെച്ചിട്ടാണ് പോയത്. അപ്പൊ വന്ന ഉടനെ എടുത്തിട്ട് ഒരു പാനിൽ ബട്ടർ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ചൊന്ന് ഗാർലിക് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്നും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അതിനകത്ത് ബേസിക് മസാലാസ് വെച്ചിട്ടായിരുന്നു മാരിനേറ്റ് ചെയ്തത്. വലിയ സംഭവമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ബേസിക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കുറച്ചിട്ടിട്ടുണ്ട്. ബിക്കോസ് ഓൾറെഡി ഗാർലിക് ഇടുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും ശരിക്കും അധികം സമയം എടുക്കത്തില്ല കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ദിവസങ്ങളിലെ ഇതുപോലത്തെ ചെറിയ ചിക്കൻ പീസസ് വെച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. എന്ന് വെച്ചാല് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് പണി കഴിയും. സൈഡിൽ റൊട്ടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് രാത്രി റോൾ ആക്കാനും പറ്റും, ഇല്ലെങ്കിൽ ഒരു ഗ്രേവി ടൈപ്പിലാക്കിയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പറ്റും. അതെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി അല്ലേ നമുക്ക് കുറച്ച് സൈഡിൽ എന്താ പറയാ പാസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്തിട്ട് പാസ്റ്റ് ആക്കാനും പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു ഗ്രേവിയാണ് ഇന്ന് ഞാൻ ആക്കുന്നത്. അപ്പൊ ഗ്രേവി ആക്കാനായിട്ട് നമ്മുടെ പശുവും പാലല്ലേ പാക്കറ്റിൽ കിട്ടുന്ന ആ കവറിൽ അത് തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കന്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ചിക്കൻ ക്യൂബ് അല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡ് ബൈ സൈഡ് തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവെല്ലാം കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒതുക്കാനുള്ള ഒതുക്കലും ഇല്ലെങ്കിൽ സൈഡിൽ നമ്മൾ പാസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേവിക്കലും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീട് അധികം സമയം പോകത്തില്ല. ശരിക്കും ഒരു അരമണിക്കൂറിന്റെ പരിപാടിയും ഇല്ല കേട്ടോ വന്നിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. എന്നിട്ട് പാലൊഴിച്ച് അതിന്റെ മുകളിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയല്ലേ അതൊന്ന് ഇട്ട് ഉപ്പ് ഇട്ട് പിന്നെ നമ്മുടെ പാസ്ത മിക്സ് അല്ലേ ഇറ്റാലിയൻ ഹെർബ്സ് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിക്കായിട്ട് വന്നോളൂ കേട്ടോ. പിന്നെ മേലില് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കുന്ന ഒരു 2 മിനിറ്റ് മുമ്പ് തന്നെ നമ്മുടെ ക്യാപ്സിക്കം അല്ലേ റെഡ് ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കം ബെൽ പെപ്പേഴ്സ് അതൊന്ന് ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് റോള് പരുവത്തിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ചപ്പാത്തിന്റെ മാവിൽ കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് റോളാക്കാൻ പറ്റും. അപ്പൊ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചറിലുള്ള റോള് നമുക്ക് കഴിക്കാൻ പറ്റും. ആൻഡ് വേറൊരു കാര്യം ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്, ഒരു ചീസ് സ്ലൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ക പാസ്ത സോസിന്റെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിന് മുകളിൽ വേവിച്ച പാസ്ത ഇടുവാണെങ്കിൽ അങ്ങനെ നമുക്ക് പാസ്ത ആയിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ സൈഡിൽ ഞാൻ ചപ്പാത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നിങ്ങളുടെ കയ്യില് ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിൽ റൈസിന്റെ കൂടുതൽ കഴിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഞാൻ കൂടുതൽ രാത്രി റൈസ് പ്രിഫർ ചെയ്യാത്ത ആളാണ്, അതുകൊണ്ടാണ് ചപ്പാത്തി ആക്കിയത്. അപ്പൊ ഓരോന്നും കഴിയുമ്പോൾ ആ ഒരു വർക്ക് കഴിയുമ്പോൾ അപ്പൊ തന്നെ പാത്രം നമ്മൾ കഴുകി വെക്കുകയാണെങ്കിൽ പിന്നീട് കുക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ഒരു ടാസ്ക് ആയിട്ടൊന്നും തോന്നത്തില്ല. അപ്പൊ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമില്ലേ ആ ടൈമില് പണ്ട് ഞാൻ മൊബൈൽ നോക്കി ഞാൻ കുത്തിരിക്കും. അതിന് പകരം ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ഒന്നും ഹെവിയർ ആയിട്ട് അത്ര ഒരു ടയറിംഗ് ആയിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ. ഇതിന് സ്റ്റാക്കിംഗ് എന്ന് പറയും. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റേത് ചെയ്യുമ്പോൾ. അപ്പം സൈഡ് ബൈ സൈഡ് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം തന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ ഉള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് പോയപ്പോൾ തന്നെ ഞാൻ ദോശയ്ക്കുള്ള മാവെല്ലാം പുതർത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പം ഈ ഒരു ടൈമിലാണ് ഞാൻ ദോശ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നത്. ചപ്പാത്തി എന്തായാലും തിരിച്ചു മറിച്ചു എടുക്കാൻ കുറച്ച് സെക്കൻഡ്സ് എടുക്കുമല്ലോ. അപ്പൊ ആ ഒരു ടൈമില് ഞാൻ ജസ്റ്റ് ഒന്ന്
തോന്നുന്നു ഇത് മാവ് അരച്ചെടുക്കലാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ മീൽ പ്ലാനിങ് പ്രോപ്പർലി ചെയ്യുവാണെങ്കിൽ, അതായത് നെക്സ്റ്റ് ഡേ എന്താണ് ഉണ്ടാക്കുന്നത് നേരത്തെ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഒരാഴ്ചത്തേക്കുള്ള ഫുൾ മീൽ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം അതിനു വേണ്ടി മാറ്റി വെക്കുന്ന ആവശ്യം വരത്തില്ല. ഈസി ആയിട്ട് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിയുകയും ചെയ്യും. നമ്മൾ ടയറിങ് ആവത്തുമില്ല. കുറച്ച് മീ ടൈം നമുക്ക് വേണ്ടി സമാധാനത്തോടെ മാറ്റിവെക്കാനും പറ്റും. ശരിക്കും പറഞ്ഞാല് മാക്സിമം രാത്രി ഉണ്ടാക്കാനുള്ളത് ഞാൻ നേരത്തെ ഉച്ചയ്ക്ക് തന്നെ ആക്കി വെച്ചിട്ട് പോകാനായിട്ട് നോക്കും കേട്ടോ. പക്ഷെ ചില ദിവസങ്ങളിൽ ചിലപ്പം അത് അത്രയും നമ്മൾ വിചാരിക്കുന്ന മാതിരി കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വർക്ക് വരുന്ന ദിവസമാണെങ്കിൽ, കുറച്ച് അധികം എന്റെ ഓഫീസ് വർക്കും എന്റെ ബിസിനസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെയാണ് പ്ലാൻ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ സംഭവങ്ങൾ പെട്ടെന്ന് ചെയ്യാനും പറ്റുമല്ലോ. അപ്പൊ എന്റെ ഒരു റുട്ടീന്, നൈറ്റ് ടൈം റുട്ടീന് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വന്ന് എനിക്ക് കഴിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ എടുത്തുള്ളൂ കേട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇൻക്ലൂഡിങ് ക്ലീനിങ്, പാത്രം കഴുകലായിക്കോട്ടെ, ഒതുക്കൽ, കംപ്ലീറ്റ്ലി നമുക്ക് വിത്തിൻ 1 hour ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണെങ്കിൽ ഡു ട്രൈ ദിസ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ലോഗ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് മോർണിംഗ് കാണാം. ബൈ ബൈ.